എല്ലാവർക്കും നമസ്കാരം. യതീഷിയുടെ സ്പിരിറ്റ് ഓഫ് ശ്രീരാമ രാമായണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നടത്തുന്ന നമ്മുടെ ഈ ഒരു താത്വികമായ പരമ്പരയാണ്. അതിൽ 29ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓം വന്ദേ ഗുരുപാദദ്വന്തം അവാങ് മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വളരെ രസകരമായ മായാസീതയെക്കുറിച്ചും അതുപോലെ തന്നെ ലങ്കാലക്ഷ്മിയെ കുറിച്ചിട്ടുമാണ് പറഞ്ഞത്. കാരണം അവിടെ നമ്മൾ താരതമ്യം ചെയ്തു. രാവണന്റെ ലങ്കയിൽ, അതുപോലെ തന്നെ ശ്രീരാമന്റെ അയോധ്യയിൽ, ഇവിടെ രണ്ട് സ്ഥലത്തും ലക്ഷ്മി വാസം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ലങ്കാലക്ഷ്മി പുണ്യമില്ലാത്ത സമ്പത്താണ് എന്ന് പറഞ്ഞു. ധർമ്മത്തിന്റെ അടിത്തറയില്ലാത്ത, ധാർമ്മികതയുടെ അടിത്തറയില്ലാത്ത സമ്പത്ത്, കീഴടങ്ങാൻ കൂട്ടാക്കാത്ത വശീകരണ ശക്തി എന്നൊക്കെ പറയാം. അയോധ്യയിലാണെങ്കിൽ അയോധ്യയിലെ ലക്ഷ്മിയെ നോക്കുമ്പോൾ ധർമ്മവുമായി പൊരുത്തപ്പെടുന്ന അഭിവൃദ്ധിയാണ് അവിടെ ലക്ഷ്മി. ത്യാഗത്തിൽ വേരൂന്നിയ കൃപയായിട്ടാണ് അവിടെ ലക്ഷ്മി വാണരുളുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ലക്ഷ്മി രൂപത്തിന്റെ, ആദിലക്ഷ്മി രൂപത്തിന്റെ സമാന്തരമായി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് രാവണന്റെ ലങ്കാലക്ഷ്മി കൈവശം വെക്കുന്നത് ദിവ്യശക്തിയുടെ ആസുരീക ഗ്രഹണത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ദിവ്യശക്തിയെ ആസുരീകത ഗ്രഹിച്ചിരിക്കുന്ന ഗ്രഹണത്തെ, കീഴടങ്ങലിലൂടെ നേടേണ്ടവ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അവിടെ രാവണൻ ബലം പ്രയോഗിച്ചിട്ടാണ് സീതാമാതാവിനെ അപഹരിച്ചിരിക്കുന്നത്. സീത ലക്ഷ്മിയായി കൈവശപ്പെടുത്താൻ അവൾ വിസമ്മതിക്കുകയാണ് യഥാർത്ഥത്തിൽ. കാരണം എന്താ? അവിടെ ധാർമ്മികത ഇല്ലാത്തത് കൊണ്ട് തന്നെ, ധർമ്മമില്ലാത്തടത്ത് ശ്രീ ഐശ്വര്യം വാഴില്ല എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പൊ അവള് കൈവശപ്പെടുത്താനാവാത്ത കൃപയെ, ആത്മാവിന്റെ സ്വയം ഭരണത്തെ പ്രതിനിധീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സീത. അപ്പോൾ ആ ആത്മാവ് വസിക്കുന്ന ഇടം ധർമ്മം തീർച്ചയായും നിലനിൽക്കും. അങ്ങനെ നമ്മളുടെ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശ്രീ സൂക്ത സാധനയും അങ്ങനെ ധാരാളം സാധനങ്ങൾ, മഹാലക്ഷ്മി സാധനങ്ങളുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ലങ്കാലക്ഷ്മിയെ നമ്മൾ ആരാധിക്കുന്നതിൽ നമുക്ക് ജീവിതത്തിൽ ശാശ്വതമായ നേട്ടം ഉണ്ടാവില്ല. കാരണം അത് കർമ്മങ്ങളുടെ കെണിയായി വന്ന് മായയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നമ്മുടെ ആ അസ്തിത്വത്തിന്റെ ഭാഗം. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ലങ്കാലക്ഷ്മിയായിട്ട് നമ്മുടെ ഇടയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് തന്നെ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടാവും. നമുക്ക് തന്നെ ജീവിതത്തിൽ വരുന്ന ഐശ്വര്യം നിലനിൽക്കാതെ കാണാം. അതെന്താണ്? വന്ന ആ സമയത്ത് അതൊരു മായാമോഹിനിയെ പോലെ, ആ സമയം നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഭ്രമിച്ച് ഈ പറയുന്ന
ജീവിതത്തിൻ്റെ ചിലവാക്കലും അല്ലെങ്കിൽ ഈ സമ്പത്തിനെ ഉപയോഗം ചെയ്യുന്നതിൽ ധാർമ്മികത ചോർന്നു പോയാൽ അത് ദുരുപയോഗമാവും. അങ്ങനെ മായയിൽ അല്ലെങ്കിൽ മായയുടെ ആ ശക്തമായ ബന്ധനത്തിൽ കർമ്മത്തിൻ്റെ കെണിയും കൂടെ ചേരുന്ന സമയത്ത് നമ്മളിൽ ഈ ലക്ഷ്മിയുടെ ആഗമനം നമ്മൾക്ക് ശാശ്വതമായി അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കില്ല. സമ്പത്ത് ധാരാളം വരും, പക്ഷെങ്കിൽ അടുത്ത തലമുറയിലേക്ക് പകരാനുള്ളത് കയ്യിൽ നിൽക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ വൈകാരികമായി നോക്കുമ്പോൾ അഹംഭാവം എന്ന ആ ഒരു സമൃദ്ധി, അല്ലെങ്കിൽ ശരിക്കും അഹം തത്വം നമുക്ക് നല്ലതാണ് ഒരു പരിധി വരെ. അത് ആ സമ്പത്ത് കുമിഞ്ഞു കൂടുന്നത് അല്ലെങ്കിൽ ആ അഹം തത്വം വർദ്ധിക്കുന്നത്, ഇപ്പം ഓണക്കാലാണല്ലോ, അപ്പം മഹാബലിക്ക് സംഭവിച്ചത് എന്താണ്? ആ അഹം തത്വത്തിന്റെ വർധനവ് ഉണ്ടായിപ്പോയതാണ്. ആ വർധനവ് ധാർമ്മികതയ്ക്ക് അടിസ്ഥാനമില്ലാതെ വരുമ്പോഴാണ് അഹംതത്വം, ധർമ്മത്തെക്കാൾ അഹംതത്വം അധികരിച്ചിരുന്നാൽ അത് നമ്മളെ അകറ്റും, സത്യത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും. അതാണ് ഈ അഹംഭാവത്തിന്റെ ശേഖരണം കൊണ്ട് സംഭവിക്കുക. ഇപ്പൊ രാവണൻ ശേഖരിച്ച ലക്ഷ്മിത്വം അല്ലെങ്കിൽ സമൃദ്ധി അദ്ദേഹത്തെ അത് ഈ പറയുന്ന നെഗറ്റീവ് മോഡിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ധാർമ്മികതയിൽ നിന്ന് അത് അകറ്റി ആസുരീകതയിലാണ് അദ്ദേഹം വിരാജിച്ചിരുന്നത്. അപ്പോൾ ഈ ലങ്കാലക്ഷ്മിയെയും യഥാർത്ഥ സീതാലക്ഷ്മിയെയും നമ്മൾ വേർതിരിച്ച് അറിയാൻ നമുക്ക് സാധിക്കണം. അത് ഇല്ലെങ്കിൽ എന്താ പറ്റുക? ഈ പറയുന്ന ജീവിതമാകുന്ന ആചാരങ്ങളിൽ ആ ലക്ഷ്മിയുടെ ആദിരൂപം നമ്മൾ ദർശിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഗ്രഹണങ്ങളിലോ അമാവാസികളിലോ വ്യാജമായ ആ വെളിച്ചത്തിൽ, ആ വ്യാജ വെളിച്ചത്തിൽ നമ്മൾ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകും. അതിൻ്റെ പകരം ആ അമാവാസികളിലും ഗ്രഹണ സമയത്തും ആന്തരിക തേജസ് വീണ്ടെടുത്തുകൊണ്ട് അവളെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളെ ആവാഹിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് ലങ്കാലക്ഷ്മിയെക്കുറിച്ച്. പിന്നെ നമ്മൾ സുന്ദരകാണ്ഡത്തിൽ പരിചയപ്പെടുന്ന ഒരു കഥാപാത്രം സീത അശോകവനിയിൽ ഇരിക്കുമ്പോൾ ത്രിജട അല്ലേ എന്ന അസുരീകത നിറഞ്ഞ പരിചാരകയെ കുറിച്ചിട്ടാണ്. അത് മനോഹരമായ ഒരു കഥാപാത്രമാണ്. രാമായണത്തിൽ എല്ലാ കഥാപാത്രവും മനോഹരമായത് തന്നെയാണ്. കാരണം ഓരോ തത്വങ്ങളാണല്ലോ അത് പറഞ്ഞു തരുന്നത്. അതിൽ രാമായണത്തിൽ ഈ പറയുന്ന പോലെ സൂക്ഷ്മതയിലൂടെ നമ്മളിലേക്ക് തത്വം അങ്കുരിപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായ ഒരു കഥാപാത്രമാണ് അവിടെ ത്രിജട. അവളുടെ സാന്നിധ്യം വളരെ ഹ്രസ്വമാണ്, വളരെ ഷോർട്ട് പീരീഡിലാണ് ഉള്ളത്. പക്ഷെ അതിൽ ആഴത്തിലുള്ള പ്രതീകം, സൂക്ഷ്മാർത്ഥം ഒക്കെ നമ്മൾക്ക് പ്രദാനം ചെയ്തിട്ടാണ് ആള് മറയുന്നത്. അതിൽ മനഃശാസ്ത്രപരമായ പ്രതീകങ്ങളുണ്ട്. അതുപോലെ ഭാഷാപരമായി നമ്മൾ നോക്കിയ വാച്യാർത്ഥങ്ങളിൽ നമുക്ക് ഗ്രഹിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അവരുടെ ആദിരൂപം ഒക്കെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. കാരണം ത്രിജട എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആന്തരിക ജ്ഞാനത്തിന്റെ പ്രതീകമായിട്ടാണ് പറയാം. നമ്മൾ പറയില്ലേ, നമ്മൾ മനസാക്ഷി അല്ലെങ്കിൽ മനസാക്ഷിയുടെ ശബ്ദം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു ആന്തരിക ജ്ഞാന ശബ്ദമാണ് യഥാർത്ഥത്തിൽ. രാമായണത്തിൽ ലങ്കയിൽ തടവിൽ കഴിയുമ്പോൾ സീതയെ ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രാക്ഷസിയായിട്ടാണ് ത്രിജടയെ അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റ് രാക്ഷസികളിൽ നിന്ന് അവൾ വ്യത്യസ്തമായി കരുണയുള്ളവളും ജ്ഞാനിയും ആത്മീയമായ ഒരു ഇണക്കവും ഒക്കെ വന്നു ചേർന്ന ഒരു കഥാപാത്രമാണ് അവിടെ. അത് എന്താ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? സത്യത്തിന്റെ സാക്ഷി എന്നാണ്. ശ്രീരാമന്റെ വിജയവും രാവണന്റെ പതനവും ത്രിജട സ്വപ്നം കാണുന്നത് രാമായണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആന്തരികമായ വ്യക്തതയിൽ നിന്ന് ഉയർന്നു വരുന്ന അവബോധജന്യമായ ദീർഘവീക്ഷണത്തെ പ്രതീകപ്പെടുത്തുന്നതാണത്. അതായത് നമ്മൾക്ക് നമ്മുടെ അകത്തളങ്ങൾ അന്ധകരണത്തിൽ നമുക്ക് കൃത്യതയുണ്ടെങ്കിൽ, ആന്തരികമായി നമുക്ക് ആ വ്യക്തത ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് ആ വ്യക്തതയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ബോധമുണ്ട്, അവബോധം. ആ അവബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ദീർഘവീക്ഷണം ഉണ്ടാവും നമുക്ക് എപ്പോഴും. അതാണ് മനസ്സ് ചഞ്ചലിതമായ ആളുകൾക്ക് അല്ലെങ്കിൽ മനസ്സ് കലുഷിതമായ ആളുകൾക്ക് ഈ ദീർഘവീക്ഷണം ലഭിക്കാത്തത് അവരുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ്. അപ്പൊ ത്രിജട സ്വപ്നം കാണുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ത്രിജടയുടെ അന്ധകരണം വളരെ സ്പഷ്ടമാണ്, വ്യക്തമാണ്. ആ വ്യക്തതയിൽ നിന്ന് അവളുടെ അവബോധജന്യമായ ദീർഘവീക്ഷണത്തിലാണ് ആ സ്വപ്നം വിവരിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് വിവരണം നൽകുന്നത്. അപ്പോൾ ആന്തരികമായ വൃത്താകൃതി എന്നൊക്കെ വിളിക്കാം നമുക്ക് ത്രിജട. അവൾ ജ്ഞാനിയായ ഒരു ആദ്യകാല രൂപത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതായത് മായയ്ക്ക് അപ്പുറത്ത് കാണുകയും
ആ മായയുടെ ഇരുട്ടിൽ, അവ്യക്തതയിൽ നിന്നുകൊണ്ട് തന്നെ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന നമ്മുടെ ഒരു ഭാഗമുണ്ട് നമ്മുടെ ഉള്ളിൽ. അത് അതാണ് പറയുന്നത്, ത്രിജട ശരിക്കും നമ്മുടെ സൂക്ഷ്മ അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ നമ്മളിലെ ആന്തരിക വൃത്തി അതെന്താ? ശരിക്കും നമ്മളിൽ തന്നെയുള്ള ഒരു ജ്ഞാനത്തിന്റെ അവസ്ഥയുണ്ട്, ജ്ഞാനത്തിന്റെ വ്യക്തിത്വമുണ്ട് നമുക്ക്. അതാണ് നമ്മുടെ മൂലസ്വരൂപം. അതാണ് ഇവിടെ ത്രിജടയായിട്ട് പറയും. കാരണം നമുക്ക് ജീവിതത്തിൽ ഇന്ദ്രിയജന്യമായ ബോധങ്ങളാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക. അതായത് ഈ ശരീരം അല്ലെ, ദശരഥമാകുന്ന ഈ ശരീരത്തിലെ കുതിരകളാകുന്ന ഇന്ദ്രിയങ്ങളെ കടിഞ്ഞാണില്ലാതെ ഇങ്ങനെ ഈ ഇന്ദ്രിയജന്യമായ ബോധം ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകും ഭ്രമങ്ങളിലേക്ക്, ലോകത്തിന്റെ പല ആസക്തികളിലേക്കും നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ മായയിൽ നമ്മൾ കുടുങ്ങി നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളില് ആ അവ്യക്തമായ മായയുടെ അവസ്ഥയിലും ആ മായയുടെ അപ്പുറത്തേക്ക് കാണാനും നമുക്ക് യഥാർത്ഥ വഴി നിർദ്ദേശം ചെയ്യാൻ സാധിക്കുന്ന ഒരു ആന്തരികമായ ശക്തി, ഒരു ജ്ഞാനം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിലുണ്ട്. അതാണ് ത്രിജട ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം മറഞ്ഞിരിക്കുന്ന ഒരു സഖ്യകക്ഷി, നമ്മുടെ തന്നെ നമ്മൾ പറയില്ല സഖാവ്, സഖ്യകക്ഷി, നമ്മുടെ തന്നെ പാർട്ട്ണർ. എങ്ങനെ? നമ്മുടെ ഈ ഷാഡോനെസ്സിൽ, അതായത് ഡാർക്ക് സൈഡിൽ, നമുക്ക് വ്യക്തതയില്ലാത്ത അവ്യക്തമായ മോഡിൽ, അല്ലെങ്കിൽ നിഴൽ സൃഷ്ടി, നമ്മുടെ തന്നെ നിഴലിൽ, ആ നിഴൽ മണ്ഡലത്തിനുള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന സത്യത്തിന്റെ അപ്രതീക്ഷിതമായ ശബ്ദമാണ് യഥാർത്ഥത്തിൽ ത്രിജട. ഇതാണ് പലപ്പോഴും നമുക്ക് ചില സ്വപ്നങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ വന്നു ചേരാറുള്ളത്. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നതൊക്കെ സ്വപ്നങ്ങളായി വരാറുണ്ട്. അതെന്താണ്? ഈ പറയുന്ന ഈ ത്രിജട എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസമാണ് ശരിക്കും. അല്ലെ, ശരിക്കും നമുക്ക് ത്രിജട എന്ന് പറഞ്ഞാൽ ആ കാലത്തിന്റെ കണക്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ത്രികാലങ്ങളായ ഭൂതം ഭാവി വർത്തമാനത്തിനപ്പുറത്ത് കാണുവാൻ സാധിക്കുന്ന ഒരു ജ്ഞാനശക്തി നമ്മുടെ ഉള്ളിലുള്ള. ഇനി മനഃശാസ്ത്രപരമായി നോക്കിയാൽ ത്രിജട ആന്തരികമായ ഒരു സാക്ഷിഭാവമാണ്. അതായത് നമ്മുടെ മനസ്സ് ധാരാളം കുഴപ്പങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും അതിലൊന്നും പെടാതെ, ആ അഴിമതികളിലൊന്നും പെടാതെ നിലനിൽക്കുന്ന മനസ്സിന്റെ ഒരു ഭാവമുണ്ട്. അതാണ് മനസ്സിന്റെ ശുദ്ധമായ സാത്വിക ജന്യമായ മനസ്സിന്റെ 3 ഭാഗങ്ങളിൽ സാത്വികമായ ഭാഗം. അങ്ങനെ ആത്മാവിന്റെ അന്തസ്സിന്റെ ഒരു കാവൽക്കാരിയായിട്ടാണ് ത്രിജട അവിടെ വസിക്കുന്നത്. അപ്പം കാട്ടിലുള്ള പ്രവാസത്തിലും അല്ലെങ്കിൽ ലങ്കയിലുള്ള അവളുടെ അപഹരണത്തിലും ഒക്കെ സീതയെ, അതായത് നമ്മളാകുന്ന സീതയെ, നമ്മുടെ ഉള്ള ആ ജീവചൈതന്യത്തെ, നമ്മുടെ അന്തർലീനമായ മൂല്യത്തെക്കുറിച്ച് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ഒരു ചൈതന്യമാണ് യഥാർത്ഥത്തിൽ ത്രിജട. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഇരുണ്ട ഭാഗങ്ങളിൽ നിന്ന്, നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മളെ എപ്പോഴും ഇരുണ്ട ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടും, സന്തോഷമില്ലായ്മയിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടും, അങ്ങനെ ആ സ്ഥലങ്ങളിൽ പോലും നമ്മൾ നിൽക്കുന്ന സമയം, ജീവിതത്തിൽ വല്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്ന സമയം, വല്ലാതെ നമ്മൾ സങ്കടപ്പെടുന്ന സമയം, വല്ലാതെ നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന സമയം, അവളുടെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ജ്ഞാനമായി ഉയർന്നു വരും എന്നാണ് പറയാൻ. ത്രിജട എന്നുള്ളത് ഈ പറയുന്ന പോലെ ശബ്ദകോശ പ്രകാരമായിട്ട്, അല്ലെങ്കിൽ ശബ്ദശാസ്ത്രം എടുത്തു നോക്കിയാൽ ത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3, ജട എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ജട കെട്ടിയ മുടി എന്ന് പറയുന്നല്ലേ, എന്താ പറയാ, ഒരു കൃത്യതയില്ലാതെ കിടക്കുന്ന മുടി. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ്. അപ്പൊ ജട പലപ്പോഴും നമുക്കറിയാം സന്യാസത്തെയും ത്യാഗത്തെയും ആത്മീയമായ ശക്തിയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്നതാണ് ജഡ എന്ന വാക്കും, അല്ലെങ്കിൽ ജഡനിടെ ആ ഒരു പ്രതീകവും. അതാണ് നമ്മളിപ്പം ആത്മീയമായ ഉന്നതിയുള്ള വ്യക്തികളൊക്കെ ജഡയാണ്, ജഡാധാരികളാണ്. കാരണം എന്താണ്? അത് അവരുടെ ആത്മീയ ശക്തിയെ, അല്ലെങ്കിൽ ആത്മീയ ശക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 എന്നുള്ളത് 3, അതുപോലെ സന്യാസം, ത്യാഗം. അപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ത്രിജട എന്നുള്ളത് നമ്മളെ 3 ബന്ധനങ്ങളുണ്ട് നമുക്ക് ശരിക്കും സൂക്ഷ്മ ശരീരത്തിൽ. സത്വരജസ് തമോ ഗുണങ്ങളെ പ്രതീകപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ശരീരം, മനസ്സ്, ആത്മാവ് എന്ന ത്രിതത്വം. ഇനി അതുമല്ലെങ്കിൽ യോഗശാസ്ത്രപരമായി ചിന്തിച്ചാൽ ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി. അങ്ങനെ നമ്മുടെ ഇമോഷൻസിന്റെ ലോക്കാണ് ഈ പറയുന്ന കുണ്ടലിനി റൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവചൈതന്യമാകുന്ന സീത തൻ്റെ ശ്രീരാമന്റെ പക്കലേക്കുള്ള ആ ആരോഹണത്തിൽ എല്ലാ ചക്രദ്വാരങ്ങളിലൂടെയും അവൾ സർപ്പിളമായി സഞ്ചരിക്കും എന്നാണ് പറയുക യോഗശാസ്ത്ര പ്രകാരം. അപ്പൊ അങ്ങനെ അവൾ സഞ്ചരിക്കുന്ന സമയം നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന സൂക്ഷ്മ ശരീരത്തിൽ നമ്മൾ
കാലങ്ങളായി നമ്മൾക്ക് പകർന്നു കിട്ടിയ പൂർവീകരുടെ ഒരുപാട് ഓർമ്മകളും അവരുടെ ആവലാതികളും അവരുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ പേറി നടക്കുന്നുണ്ട്. അത് ഇമോഷണൽ ബ്ലോക്കേജസ് ആയിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ ബോഡിയിൽ ബ്ലോക്കേജസ് ആയിട്ട് നമുക്ക് ബ്രഹ്മഗ്രന്ഥി, വിഷ്ണു ഗ്രന്ഥി, രുദ്രഗ്രന്ഥി എന്ന് പറഞ്ഞ് യോഗശാസ്ത്രപരമായിട്ട് 3 ലോക്കുകളുണ്ട്. ഈ ലോക്കിനെ ഭേദിക്കുന്ന ജ്ഞാനശക്തിയാണ് യഥാർത്ഥത്തിൽ ത്രിജട. ഇത് നമ്മൾ അതിൻ്റെ ശബ്ദാർത്ഥം വെച്ച് മാനസികപരമായി ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ യഥാർത്ഥ വാക്ക് മാത്രം നോക്കുമ്പോൾ ത്രിജട എന്നുള്ളത്, ജട എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കെട്ട് പിണഞ്ഞു കിടക്കുന്ന കെട്ടാണല്ലേ, കെട്ട് പിണഞ്ഞു കിടക്കുന്ന മുടിയാണ് ജട. അപ്പൊ നമ്മളിലുള്ള ആ കെട്ടുകൾ, 3 കെട്ടുകൾ എന്തൊക്കെയാ? 3 കെട്ടുകൾ സത്വരജസ് തമസ് ഗുണത്തിന്റെ ഭാഗത്ത് നോക്കിയാൽ, അസ്തിത്വത്തിന്റെ ഭാഗത്ത് നോക്കിയാൽ ശരീരം, ആത്മാവ്, മനസ്സ്. അങ്ങനെ ഇനിയിപ്പോൾ ഗ്രന്ഥികളുടെ ആണെങ്കിൽ ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി, അങ്ങനെ ഈ ത്രിതത്വത്തിന്റെ കെട്ട്, അതാണ് ത്രിജട. ഇനി അതിൽ ശബ്ദകോശപരമായി നമ്മൾ നോക്കിയാൽ ത്രിജട യഥാർത്ഥത്തിൽ ത്രിത്വ ശക്തികളിൽ പ്രാവീണ്യം നേടിയവൾ എന്ന് വേണമെങ്കിൽ പറയാം. അവളുടെ പേര് തന്നെ ഒരു യോഗശാസ്ത്രത്തിന്റെ സാന്നിധ്യമാണ് ശരിക്കും ആ കഥാപാത്രത്തിൽ ഉയർത്തുന്നത്. ഇപ്പൊ ലങ്കയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു സന്യാസജ്ഞാനം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലങ്കയെ ഒരു വ്യക്തിയായി സങ്കല്പിച്ചാൽ ഈ പറയുന്ന ആസക്തികളിലും ഭ്രമങ്ങളിലും ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന, അതാണ് അസുരരാജ്യത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു സന്യാസി അല്ലെങ്കിൽ സന്യാസജ്ഞാനം. ഇപ്പൊ ഏറ്റവും സാധ്യതയില്ലാത്ത, നമ്മൾ ആത്മീയത തീരെ ഇല്ല അയാളിൽ എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ആത്മീയമായ ഉൾക്കാഴ്ച നിലനിൽക്കും എന്ന് അവൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏതൊരു സ്ഥലത്തും ഒരു നന്മ, ഏതൊരു ആളിലും ഒരു നന്മ അവശേഷിക്കും എന്ന ഒരു വലിയ തത്വം കൂടെ ത്രിജട നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത നന്മ, ലങ്കയിൽ അസുരന്മാരുടെ നാടാണ് അല്ലെങ്കിൽ രാജ്യമാണ്. അവിടെ അസുര രാജാവായ ലങ്ക, രാവണന്റെ ലങ്ക അസുര രാജ്യമാണ്. അവിടെ ഇരിക്കുന്നത് ലങ്കാലക്ഷ്മിയാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആസുരികതയുടെ ഒരു വനത്തില്, അതിൻ്റെ മധ്യത്തില്, അതിൻ്റെ ഉള്ളിലൊരു നന്മ അല്ലേ, ത്രിജട എന്ന ഒരു സന്യാസജ്ഞാനം. അപ്പൊ അത് നമ്മളോട് പറയുന്ന തത്വം, അല്ലെങ്കിൽ അത് നമ്മളോട് പറയുന്ന ആ ജ്ഞാനം എന്താണ്? ഏതൊരു ആസുരീകതയ്ക്ക് ഉള്ളിലും ഒരു ഈശ്വരീയത നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആന്തരികമായ പ്രവാസത്തിലൂടെ സഞ്ചരിക്കുന്നതിനോ അവബോധജന്യമായ വ്യക്തത വരുത്തുന്നതിനോ ഉള്ളിലെ അജ്ഞാനിയായ സാക്ഷിയെ ബഹുമാനിക്കുന്ന ഒരു അസ്തിത്വം, അതായത് ആന്തരിക പ്രവാസം, നമ്മളൊക്കെ ഉള്ളിലേക്കുള്ള ആ അന്ധകരണങ്ങളിലേക്കുള്ള ആ സഞ്ചാരം, ആ പ്രവാസത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ് ആണ് ഈ ബോധജന്യമായ വ്യക്തത വരുത്തുന്നതിനോ ഉള്ളിലെ ഈ ജ്ഞാനിയായ സാക്ഷിയെ തിരിച്ചറിയുന്നതോ ആണ് യഥാർത്ഥത്തിൽ ഈ ത്രിജട എന്ന കഥാപാത്രം കൊണ്ട് നമ്മൾ രാമായണത്തിൽ ഉദ്ദേശിക്കേണ്ടത്. അതിനെ, ആ ത്രിജടയുടെ ആ തത്വത്തെ നമ്മൾ പര്യവേക്ഷണം ചെയ്താൽ നമുക്ക് ഈ പറയുന്ന, ഇപ്പം ഞാൻ പോലും അല്ലെങ്കിൽ നിങ്ങൾ പോലും ആസുരീകതയുടെ അങ്ങനെ പരകോടിയിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾക്ക് മാറുവാനുള്ള, നമുക്ക് സംസ്കരണം ചെയ്യുവാനുള്ള, നമ്മളെ നന്മയിലേക്ക് പുരോഗമിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ത്രിജട. അതുകൊണ്ടാണ് വാൽമീകി പോലും രത്നാകരൻ എന്ന അവസ്ഥയിൽ നിന്ന്, ആസുരീകതയുടെ ആ പരകോടി അവസ്ഥയിൽ നിന്ന് അദ്ദേഹം വാൽമീകിയായി തീർന്നത്. അപ്പൊ ഇതാണ് ത്രിജടയുടെ ഒരു എന്താ പറയുക, നമ്മൾ പ്രതീകം. ഇനി അതുപോലെ നമ്മൾ ഈ ത്രിജടയുടെയും അല്ലെങ്കിൽ സീതാമാതാവിൻ്റെയും അല്ലെങ്കിൽ ഹനുമാൻ ലങ്കാപ്രവേശനത്തിൻ്റെ ഇടയിലും ഒക്കെ സുന്ദരകാന്ഡത്തിൽ നമ്മൾ കാണുന്ന വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാതന്തുവാണ് ശിംശിപ അല്ലെങ്കിൽ ശിംശപ വൃക്ഷം. അവിടെ സീതാമാതാവ് അശോകവനിയിൽ ഇരിക്കുന്ന ആ പശ്ചാത്തലത്തിൽ എപ്പോഴും ആ പ്രസൻസ് ഉള്ള ഒരു അസ്തിത്വമാണ്. നിങ്ങൾ വിചാരിക്കും ചിലപ്പം ഈ വൃക്ഷത്തിന് പോലും രാമായണത്തിൽ എന്താണ് പ്രാധാന്യം? ഇവിടെയാണ് വാൽമീകി എന്ന മഹാകവിയുടെ സാധ്യതകൾ, അനന്തമായ അദ്ദേഹത്തിൻ്റെ ആ കഴിവ് നമ്മൾ നമിച്ചു പോവുക. കാരണം എന്താ?
ഒരു കഥാപാത്രത്തെ നമ്മൾ പറയില്ല, ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ആ സ്ക്രിപ്റ്റിന്റെ ഫ്രെയിമിലുള്ള ഓരോ അസ്തിത്വത്തിനും അദ്ദേഹം കൊടുത്ത വില, അതിലൂടെ അദ്ദേഹം ലോകത്തോട് പറയാൻ ഉദ്ദേശിച്ച താന്ത്രികപരമായ വീക്ഷണം, വൈദികപരമായ വീക്ഷണം, താത്വികപരമായ വീക്ഷണങ്ങൾ ഒക്കെ, ഇനി ആ വീക്ഷണം പറയാൻ സന്ദർഭങ്ങളോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളോ അല്ല അദ്ദേഹം ഉപയോഗിച്ചത്. അത് കഥാപാത്രത്തിന്റെ നാമകരണം, ഈവൻ ആ കഥാപാത്രം വസിക്കുന്ന അന്തരീക്ഷത്തിലുള്ള അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിലുള്ള അസ്തിത്വങ്ങളെ, ഇപ്പം ഇവിടെ രാമായണത്തിൽ ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന ശിംശപ വൃക്ഷവും അങ്ങനെയാണ് വന്നത്. ആ കോണ്ടെക്സ്റ്റിലുള്ള ഒരു അസ്തിത്വമാണ് ആ വൃക്ഷം, അശോകവനി. ഇതിനൊക്കെ വളരെ വലിയ തത്വമാണ് ശരിക്കും രാമായണത്തിലൂടെ അദ്ദേഹം നമ്മളോട് പറയുന്നത്. അപ്പൊ രാമായണത്തിലെ ശിംശപ വൃക്ഷം നമ്മളിപ്പോൾ നോക്കുമ്പോൾ സസ്യശാസ്ത്രത്തിലെ ഒരു പശ്ചാത്തലത്തിൽ ആ വൃക്ഷത്തെ കുറിച്ച് പഠിക്കുന്നതിനേക്കാളും രാമായണം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ രൂപകം, അതിൻ്റെ പ്രതീകം നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പര്യവേക്ഷണം ചെയ്യണം എന്നാണ്. അതിൻ്റെ നിഘണ്ടുപരമായ അർത്ഥം നമ്മൾ നോക്കണം എന്നാണ്. അതിൻ്റെ ഇതിഹാസത്തിലെ ഈ പ്രാധാന്യം നോക്കണം എന്നാണ്. ആത്മീയവും മനഃശാസ്ത്രപരവുമായ അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇങ്ങനെ ഇതൊക്കെ കൂടെ ഇഴചേർത്തിട്ടാണ് അദ്ദേഹം കഥാപാത്ര സൃഷ്ടി നടത്തിയിട്ടുള്ളത്. വളരെ ഗംഭീരമായ സ്ക്രിപ്റ്റാണ് രാമായണം. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു സാധാരണ മനുഷ്യ തലച്ചോറിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പം രാമായണത്തിലെ സന്ദർഭോചിതമായ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ വാൽമീകി രാമായണത്തിൽ സുന്ദരകാന്ഡത്തിൽ ഈ പറയുന്ന ശിംശപ വൃക്ഷം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമുക്കറിയാം, അവിടെയാണ് ഹനുമാൻ അശോകവാടികയിൽ സീതയെ നിരീക്ഷിക്കുമ്പോൾ അതിൻ്റെ ശാഖകളിലാണ് ഹനുമാൻ ഒളിച്ചിരിക്കുന്നത്. ആ നിമിഷം വളരെ നിർണായകവുമാണ് ആഖ്യാനപരമായിട്ട് നോക്കുന്ന സമയത്ത്. പ്രതീകമായിട്ടും ഇനിയിപ്പം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് അത്രയും വലിയ ഇമ്പോർട്ടൻസ്. കാരണം സീതയുടെ ദുഃഖത്തിന്റെ വൈകാരിക മേഖലയെ പരിശോധിക്കാനാണ് ഹനുമാൻ ശിംശപയിൽ മറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം ദുഃഖിതയാണ് അവൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് മറവിക്കും വെളിപ്പെടുത്തലിനും നിശബ്ദതയ്ക്കും സംസാരത്തിനും നിരീക്ഷണത്തിനും പ്രവൃത്തിക്കും ഇടയിലുള്ള ഒരു പരിധിയായിട്ട് ഇവിടെ ഈ വൃക്ഷം മാറുകയാണ്. നോക്കണം എന്തൊക്കെ പ്രാധാന്യമാണ് വാൽമീകി ഇതിന് കൽപ്പിച്ചിരിക്കുന്നത് നോക്കണം. മറവി, അവ്യക്തത, അതുപോലെ വെളിപ്പെടുത്തൽ, വ്യക്തത, പിന്നെ നിശബ്ദത, അതിനുശേഷം നമ്മൾ സംസാരം, പിന്നെ എന്താ നമ്മൾ നിരീക്ഷണം, എന്നിട്ട് പ്രവൃത്തി. അപ്പൊ ഇത്രയും കാര്യം, അതായത് അവ്യക്തത, വ്യക്തത, നിശബ്ദത, സംസാരം, നിരീക്ഷണം, പ്രവൃത്തി, ഈ 6 കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങളുടെ ഇടയിലുള്ള ഒരു പരിധിയായിട്ട്, ഈ 6 കാര്യങ്ങൾക്കിടയിൽ, ഈ 6 കാര്യങ്ങളുടെ പ്രോഗ്രഷനിൽ, ഇതിനൊരു ചെയിനായി കൂട്ടിയിണക്കിയാൽ ഈ 6 കാര്യങ്ങൾക്കിടയിലുള്ള ആ പ്രോഗ്രഷനിലിടയിലുള്ള ഒരു പരിധിയായിട്ടാണ് ഇവിടെ വൃക്ഷത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ എന്ത് ഭംഗിയിലാണ്. ഈ വൃക്ഷത്തിന്റെ കീഴിലാണ് ഹനുമാൻ ജാനകിയുമായി അല്ലെങ്കിൽ സീതാമാതാവുമായി പവിത്രമായ ആ സംഭാഷണം ആരംഭിക്കുന്നത്. അവിടെ അവളുടെ മാനസികവും ആത്മീയവുമായ രക്ഷയുടെ തുടക്കം കുറിക്കുകയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഇതില് ശിംശപ വൃക്ഷത്തിന്റെ മാനം എന്താണ്? ഒന്നിലധികം പ്രതീകമുണ്ട് അവിടെ. കാരണം എന്താ? അവിടെ ശിംശപയെ നമ്മൾ നോക്കുന്ന സമയത്ത് അതൊരു സാക്ഷ്യം വഹിക്കുന്ന വൃക്ഷമായിട്ട് നമുക്ക് മനസ്സിലാവും. പരമഭക്തനായ ഹനുമാൻ ദിവ്യ സാക്ഷിയായി മാറുന്നു അവന്റെ ചില്ലകളിൽ ഒളിച്ചിരുന്നിട്ട്. ഇപ്പൊ ജീവാത്മാവിന്റെ അല്ലെങ്കിൽ ജീവന്റെ വ്യക്തിഗത ആത്മാവിന്റെ കഷ്ടപ്പാടുകൾ നിരീക്ഷിക്കുന്ന ചൈതന്യത്തിന്റെ ബോധത്തിന്റെ ഒരു രൂപകം ആണ് ആ സമയത്ത് അവിടെ ശിംശപ. അപ്പൊ ആ വൃക്ഷം ജീവാത്മാവിന്റെ കഷ്ടപ്പാട്, കാരണം അവിടെ സീത കഷ്ടതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ആ കഷ്ടപ്പാട് നിരീക്ഷിക്കുന്ന ചൈതന്യത്തിന്റെ ബോധത്തിന്റെ ഒരു പ്രതീകം. വൃക്ഷത്തിന്റെ ശാഖകൾ എന്ന് പറയുന്നത് അവബോധത്തിന്റെ അവയവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അത് മായയുടെ മണ്ഡലത്തിലേക്ക് വ്യാപിക്കുകയും എന്നാൽ അത് ധർമ്മത്തിൽ വേരൂന്നിയതുമാണ് എന്നുള്ളതാണ്. കാരണം വൃക്ഷമാകുമ്പോൾ വേരുകളുണ്ട്. അപ്പം വേരുകൾ ധർമ്മത്തിലാണ്, എന്നാൽ അതിൻ്റെ ശാഖകൾ, ഇന്ദ്രിയങ്ങൾ അത് വ്യാപിക്കും, അല്ലെ? വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ മായയിലേക്ക് വ്യാപിക്കും. ഇത് ഒരു തലം, ഒരു മാനം. ഇനി യോഗശാസ്ത്രപരമായിട്ട് ഹനുമാൻ വൃക്ഷത്തിലേക്ക് കയറുന്നത് അടിസ്ഥാന സഹജ അവബോധങ്ങളിൽ നിന്ന് ഉയർന്ന ധാരണയിലുള്ള കുണ്ടലിനിയുടെ ഉദയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് വൃക്ഷത്തിന്റെ മുകളിൽ എത്തുക പറഞ്ഞാൽ
സാധാരണ തലങ്ങളിലുള്ള സഹജ അവബോധം, ഒരു മനുഷ്യന്റെ സഹജ അവബോധം, ലോവർ ലെവൽ കോൺഷ്യസ്നെസ് നമ്മൾ വിളിക്കുന്ന ആ സഹജ അവബോധങ്ങളിൽ നിന്ന്, അതായത് ഇൻസ്റ്റിങ്സ് നിയന്ത്രിക്കുന്ന, നമ്മളിലെ തൃഷ്ണകൾ നിയന്ത്രിക്കുന്ന ബോധമുണ്ട്, അതാണ് സഹജാവബോധം. ആ തൃഷ്ണകൾ നിയന്ത്രിക്കുന്ന ബോധത്തിൽ നിന്ന് ഉയർന്ന ധാരണയിലേക്കുള്ള, ഹയർ കോൺഷ്യസിലേക്കുള്ള നമ്മുടെ ചൈതന്യ ശക്തിയുടെ ഉദയം, അതാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങനെ വൃക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നമുക്കറിയാം, പിന്നെ ലംബമായി വേർട്ടിക്കലായിട്ടാണ് വൃക്ഷത്തിന്റെ ഘടന. അപ്പോൾ വേർട്ടിക്കലായിട്ടുള്ള ഒരു അക്ഷമായിട്ട് അല്ലെങ്കിൽ ഒരു ആക്സിസ് ആയിട്ട് നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഭൂമിയിലെ ദുഃഖത്തെ, അതാണ് സീതയുടെ വിലാപം, പ്രപഞ്ചത്തിന്റെ ഇടപെടലായിട്ട് ഹനുമാന്റെ ദൗത്യം. അപ്പോൾ ഒരു ജീവാത്മാവിന് ഇവിടെ ദുഃഖം ആളുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവും. എങ്ങനെയാണോ ഹനുമാൻ ഈ പറയുന്ന സീതയുടെ ദുഃഖത്തിൽ ഇടപെടുന്നത്, അതുപോലെ പ്രപഞ്ചം ഈ ഒരു ഇടപെടലുമായിട്ട് ബന്ധിപ്പിക്കും നമ്മളെ. ഇനി എന്താണ്, മൂന്നാമതൊരു മാനം നോക്കുമ്പം ദിവ്യകൃപ പലപ്പോഴും കാഴ്ചയിൽ മറഞ്ഞിരിക്കില്ലേ. നമുക്ക് ഈശ്വരന്റെ കൃപ, ഈശ്വരൻ നേരിട്ട് വന്നിട്ടല്ല നമുക്ക് തരാം, ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് നേരിട്ട് വന്നിട്ടല്ല തരാം. അപ്പൊ അത് പല രൂപത്തിലാണ് നമ്മളിലേക്ക് എത്തുക. ഒരു സാധകൻ സ്വീകാര്യനാകാൻ കാത്തിരിക്കുന്നത് പോലെയാണ് വൃക്ഷം ഹനുമാനെ മറയ്ക്കുന്നത്. സമയം പാകമാകുമ്പോൾ പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്ന അന്തരാത്മാവ്, ആന്തരികമായ സ്വഭാവം, നമ്മളിലുള്ള ഈശ്വരീയമായ സത്ത, അത് നമ്മുടെ തന്നെ മറഞ്ഞിരിക്കുന്ന ഒരുപാട് ഗുണങ്ങളുടെ ഒരു വലിയ നിധിയാണ്, അക്ഷയഖനിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ നമ്മളിൽ ഈ പറയുന്ന ഈശ്വരന്റെ എല്ലാ കഴിവുകളും മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ശിംശപ വൃക്ഷത്തിൽ ഹനുമാൻ മറഞ്ഞിരിക്കുന്നത്? സീതയാകുന്ന ദുഃഖങ്ങൾക്കുള്ള മരുന്നാണ് യഥാർത്ഥത്തിൽ ഹനുമാന്റെ ആഗമനം. കാരണം എന്താ, ശ്രീരാമൻ തന്നെ തേടി വരികയാണ്, മന്ത്രമോതിരം അടയാളമായി കൊടുത്തിട്ടുണ്ട്, സൈന്യത്തെ സ്വരൂപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രതീക്ഷകൾക്കുള്ള വകയാണ്. പക്ഷെ ആ പ്രതീക്ഷകൾക്കുള്ള വക ഈ സമയത്ത് അത് മറഞ്ഞിരിക്കുകയാണ്. എവിടെ? മരത്തിന്റെ മുകളിൽ. അപ്പൊ അതുപോലെയാണ് നിങ്ങളും ഞാനുമാകുന്ന വ്യക്തിഗതമായ ആത്മാക്കള് ഈ പ്രപഞ്ചത്തിലെ ഈ ലോകത്തിലെ സംസാര ദുഃഖങ്ങളിൽ നമ്മൾ പെട്ട് ഉഴലുന്ന സമയത്തും ഇതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനുള്ള നല്ല സന്ദേശങ്ങൾ മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. എവിടെ? എങ്ങനെയാണോ ഹനുമാൻ ശിംശപയിൽ മറഞ്ഞിരുന്നത് അതുപോലെ. അപ്പൊ ഇവിടെ ഈശ്വരീയമായ ശക്തി എപ്പോഴും നമ്മളിൽ മറഞ്ഞിരിക്കും എന്നുള്ളത്. അപ്പോൾ ശിംശപയുടെ സൂക്ഷ്മ പ്രതീകം എന്താണ്, അല്ലെങ്കിൽ അതിൽ മറഞ്ഞിരിക്കുന്ന തത്വം എന്താണ് എന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ താന്ത്രികമായതും യോഗശാസ്ത്രപരമായ ചട്ടക്കൂടുകളിൽ ശിംശപ വൃക്ഷം കൂടുതൽ ആദി രൂപങ്ങളുമായിട്ട് നമുക്കതിനെ കണക്ട് ചെയ്യാൻ സാധിക്കും, മാപ്പ് ചെയ്യാൻ സാധിക്കും. അത് ഒന്ന് ചന്ദ്രന്റെ അനുരണങ്ങളാണ്. അത് ആ വൃക്ഷത്തിന്റെ അഭയ സ്വഭാവം ചന്ദ്രതത്വവുമായിട്ട് യോജിക്കുന്നതാണ്. വളരെ തണുപ്പുള്ളതും സ്വീകാര്യമായ, പരിപോഷിപ്പിക്കുന്ന ചന്ദ്രന്റെ മാതൃകയായ സീത അതിനടിയിൽ ഇരുന്നു കൊണ്ട് ശക്തിയെ പ്രതിനിധാനം ചെയ്യുകയാണ്. ദുരിതത്തില് സൗരപ്രേരണയ്ക്കായി കാത്തിരിക്കുന്നു സൂര്യവംശി ദൂതനായി ഹനുമാനും. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സീത എന്നുള്ളത് നമ്മുടെ യോഗശാസ്ത്രപരമായി എടുത്താൽ മനുഷ്യന്റെ രണ്ട് പ്രധാന നാഡികളിൽ ഇടാനാഡിയും പിംഗളനാഡിയും. ഇടാനാഡി പ്രതിനിധാനം ചെയ്യുന്നത് സീതയാണ്. അതാണ് മാതൃക എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇടതുവശം ചന്ദ്രനും വലതുവശം സൂര്യനുമാണ്. അതായത് സൂര്യനാഡിയാണ് വലതുവശം. അപ്പം സൂര്യകുലജാതനാണ് ആര്? നമ്മുടെ ശ്രീരാമൻ. അപ്പൊ ഇവര് തമ്മിൽ ചേരുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇടാപിംഗള നാഡിയുടെ ബാലൻസിങ് ആണ്. ആ സമയത്താണ് പ്രാണൻ കുണ്ടലിനിയെ ഊർധ്വഗതിയിലേക്ക് സഞ്ചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രാണന്റെ ഊർധ്വഗതി സംഭവിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ആ ചാന്ദ്ര കലയുമായിട്ടുള്ള ശിംശപയുടെ ഒരു റിലേഷൻ, അല്ലെങ്കിൽ ഒരു പ്രതീകവൽക്കരണം. ഇനി അടുത്തത് മന്ത്രത്തിന്റെ ഒരു പ്രതിധ്വനി ഉണ്ട് അവിടെ. അതെന്താണ്? ഹനുമാന്റെ മന്ത്രം കലർന്ന ഒരു സംഭാഷണത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിന്റെ ഒരു അനുരണന അറയായി ആ മറ മാറും, അല്ലെങ്കിൽ ആ ഒരു വൃക്ഷം മാറുന്നത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ?
ഹനുമാൻ സീതാമാതാവിനോട് സംവദിക്കുന്നത് ആ വൃക്ഷത്തിന്റെ ചില്ലകളിൽ ഇരുന്നിട്ടാണ്. അപ്പം അവിടെ സംസാരം എന്നുള്ളത് വെറും സംഭാഷണം എന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഹനുമത് മന്ത്രം എന്നുള്ള ഭാവനയിൽ നമ്മൾ മാന്ത്രികമായ അവസ്ഥയിൽ, തന്ത്രത്തിന്റെ കുറച്ചുകൂടെ ആഴത്തിൽ സൂക്ഷ്മാവസ്ഥയിൽ പോയാൽ ആ മന്ത്രത്തെ റെസണേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു അറയായിട്ട് ആ വൃക്ഷത്തെ നമുക്ക് സങ്കല്പിക്കാം, അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാം. ഇപ്പൊ ശിംശപ്പയ്ക്ക് കീഴിലുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഹനുമാന്റെ വാക്കുകൾ വെറും സംഭാഷണമായിട്ടല്ല നമ്മൾ യഥാർത്ഥത്തിൽ മാന്ത്രികത്തിന്റെ വീക്ഷണകോണിൽ നോക്കുമ്പോൾ അത് വാക്ശക്തിയായിട്ട്, അങ്ങനെ സീതയുടെ ആ ഉറങ്ങിക്കിടക്കുന്ന പ്രതീക്ഷയെ സജീവമാക്കുന്നത്. അപ്പൊ വാക്കിന്റെ തലമുണ്ട്. യഥാർത്ഥത്തിൽ തന്ത്രം പറയുന്ന വാക്കിന്റെ 4 തലങ്ങളുണ്ട്. പരാപശ്യന്തി, മധ്യമ, വൈഖരി. അങ്ങനെ ആ പരാബീജമായിരിക്കുന്ന അവള് ശക്തി, പരാശക്തി സീത, അതിനെ വാക്കായി, പ്രാണനാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് വാക്ക് നമ്മൾ എങ്ങനെയാ ഉച്ചരിക്കുക, യഥാർത്ഥത്തിൽ അകത്തേക്ക് എടുത്ത പ്രാണന്റെ ബഹിർഗമനമാണ് യഥാർത്ഥത്തിൽ വാക്കിനെ ജനറേറ്റ് ചെയ്യുക, അല്ലെ? നമ്മളിൽ സൗണ്ട് ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ വോക്കൽ കോഡ്സിലുള്ള ഘർഷണം മൂലമാണെന്ന് നമുക്ക് ശാസ്ത്രീയമായി അറിയാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ശിംശിപ എന്ന മരം, ഊർധ്വഗതിയുള്ള നമ്മുടെ മേര് അല്ലെങ്കിൽ നട്ടല് എന്ന് സങ്കല്പിച്ചാൽ തന്നെ അതില് മുകളിലേക്ക് ആണ് ഹനുമാൻ ഇരുന്ന് സീതയെ വീക്ഷിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ വാക്കിന്റെ തലം എടുത്തു നോക്കിയാൽ വളരെ രസമാണിത്. കാരണം വാക്കിന്റെ 4, അതായത് മനുഷ്യന്റെ ഭാഷണത്തിന് 4 തലമുണ്ട്. അത് പര, പശ്യന്തി, മധ്യമ, വൈഖരി. വൈഖരി ആണ് നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾ. ഈ ഉച്ചാരണം വരുന്നത് തന്നെ ഉച്ചരണമാണ്, ഊർധ്വഗതിയാണ്. അപ്പൊ അവിടെ ഹനുമാൻ മരത്തിന്റെ മുകളിൽ, പ്രാണൻ ഊർധ്വഗതിയാണ്. ആ ഊർധ്വഗതിയിലാണ് സീതാമാതാവ് ഉറങ്ങിക്കിടക്കുന്ന ബീജത്തെ ഒരു രൂപമായി ഉള്ളിൽ സങ്കല്പിച്ച് ആ രൂപത്തെ ചിത്തിന്റെ സഹായത്തോടെ വാക്യങ്ങൾ എടുത്ത് അത് വാക്കുകളായി പുറത്തേക്ക് ശബ്ദ രൂപത്തിൽ നമ്മൾക്ക് ആവിർഭവിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മന്ത്രത്തിന്റെ, വാക്കിന്റെ ഉദ്ഭവത്തിന്റെ, വാക്ശക്തിയുടെ ഒരു പ്രാതിനിധ്യം നമ്മൾക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കൂ. ആ സ്ക്രിപ്റ്റ് പോലും എഴുതിയതില് വാക്കിന്റെ പ്രാധാന്യം, പരാപശ്യന്തി, മധ്യമ, വൈഖരി എന്നുള്ളതിന്റെ പോലും പ്രാതിനിധ്യം, പ്രതീകം അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഒരു പടി കൂടി നമ്മൾ ഒന്നുകൂടി അടുത്തേക്ക് പോയാൽ നമുക്ക് അവിടെ ശരീരത്തിന്റെ യോഗശാസ്ത്രപരമായ വീക്ഷണം കിട്ടും. ഇപ്പൊ നമ്മൾ മന്ത്രത്തിന്റെ വീക്ഷണം നോക്കി, അല്ലെ? തന്ത്രത്തിന്റെ വീക്ഷണം പറഞ്ഞു. ഇനി നമുക്ക് യോഗശാസ്ത്രത്തിന്റെ വീക്ഷണം വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതെന്താണ്? അത് ഈ പറയുന്ന മരത്തിന്റെ ആ ലംബത, അതിന്റെ വെർട്ടിക്കൽ പൊസിഷൻ, സ്റ്റേച്ചർ, അത് ഒരു പ്രതീകാത്മകമായി ഞാൻ നേരത്തെ പറയുന്ന പോലെ നമ്മുടെ മനുഷ്യന്റെ ഉള്ളിലുള്ള നട്ടലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹനുമാന്റെ ആ മരത്തിലേക്കുള്ള ആരോഹണവും അവരോഹണവും, അതിൽ നിന്നുള്ള ഹനുമാന്റെ ഇറക്കവും സീതാമാതാവിന്റെ അടുത്തേക്ക് പോകുന്നതും ഒക്കെ ചക്രങ്ങളിലൂടെയുള്ള, ഈ നട്ടലിന് ലംബമായിരിക്കുന്ന നട്ടലിലാണ് നമ്മുടെ ഷഡാധാര ചക്രങ്ങൾ ഇരിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിൽ. ആ സൂക്ഷ്മ ശരീരത്തിലെ ഷഡാധാര ചക്രങ്ങളിലൂടെ ഊർജത്തിന്റെ ചലനം അല്ലെങ്കിൽ പ്രാണന്റെ ആരോഹണ അവരോഹണം ആണ് അവിടെ പ്രതിഫലനം ചെയ്യുന്നത്. യോഗദൃഷ്ടിയിലാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ സീതയുടെ ദുഃഖം യഥാർത്ഥത്തില് മൂലാധാരവുമായിട്ട് ബന്ധിതമാണ്. ഹനുമാന്റെ സാന്നിധ്യം ഒരു ആത്മാർത്ഥമായ ഉണർവിന് തുടക്കമിടുന്നു. അതായത് നമ്മൾ ഡിപ്രസ്ഡ് സ്റ്റേജിൽ നമ്മുടെ എല്ലാ ഇമോഷൻസും വസിക്കുന്ന സ്വാധിഷ്ഠാനത്തിൽ നിന്ന് അതിന് ഏറ്റവും അടുത്ത് എഫക്റ്റ് ചെയ്യുന്ന ചക്രം താഴോട്ടേക്കാണെങ്കിൽ അത് മൂലാധാരമാണ്. അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ചൈതന്യം ഉറങ്ങിയിരിക്കും. ആ ഉറങ്ങിയിരിക്കുന്ന ചൈതന്യത്തിന് ഉണർവ് പകരുന്നത് പ്രാണന്റെ ആഗമനമാണ്, വായുപുത്രന്റെ ആഗമനമാണ്. സീതയുടെ ദുഃഖം ഇല്ലാതാക്കുന്നത് ഹനുമാന്റെ സന്ദേശമാണ്, ദൂതാണ്. അപ്പം ഇങ്ങനെ യോഗശാസ്ത്രപരമായിട്ട് പോലും ആ ഒരു കഥാസന്ദർഭത്തിൽ, ആ ഒരു വൃക്ഷത്തിന്റെ പേര് മുതൽ ആ വൃക്ഷത്തെ ചുറ്റിപ്പറ്റി വാൽമീകി രചിച്ച കഥാസന്ദർഭങ്ങൾ നോക്കുമ്പോൾ രാമായണം എന്ന ഇതിഹാസത്തിൽ ഉടനീളം തന്ത്രശാസ്ത്രവും യോഗശാസ്ത്രവും ഒക്കെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇനി ശിംശപ്പ എന്ന വാക്കിനെ എടുത്ത്, സംസ്കൃത വാക്കിനെ എടുത്ത് നോക്കിയാൽ തന്നെ ശിംശ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബന്ധിക്കുക അല്ലെങ്കിൽ അടയ്ക്കുക എന്നർത്ഥമുള്ള ഒരു മൂലശബ്ദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാകാം. അതായത് അഭയം, നിയന്ത്രണം അല്ലെങ്കിൽ മറഞ്ഞിരിക്കുക എന്നിവ ഉണർത്തുന്ന ധാതു ശിംശ. ഇനി അതിൻ്റെ കൂടെ
എന്ന ഘടകം ചേരുമ്പോൾ അത് സംരക്ഷിക്കുക എന്നർത്ഥമുള്ള പ ആ ധാതുവിൽ നിന്ന് പോഷണം, രക്ഷാകർതൃത്വം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. സംരക്ഷണം, പോഷണം, രക്ഷാകർതൃത്വം. ശിംശപ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ, ഇതിനെ സംയുക്തമാക്കിയാൽ അഭയം നൽകുന്നതും സംരക്ഷിക്കുന്നതും അല്ലെങ്കിൽ പോഷിപ്പിക്കുന്നതുമായ ആവരണം എന്നാണ് യഥാർത്ഥത്തിൽ ശിംശപ. അപ്പോൾ വ്യാകരണ അടിസ്ഥാനത്തിൽ, സംസ്കൃത വ്യാകരണ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് വസ്തു വിഷയ ബന്ധങ്ങളുടെ ഉദാഹരണങ്ങളിൽ, പ്രത്യേകിച്ച് ഭർതൃഹരിയുടെ വാക്പദീയത്തില് ശിംശപ പലപ്പോഴുമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾക്ക് കാണാം വ്യാകരണ ഗ്രന്ഥങ്ങളിൽ. അതായത് പ്രവർത്തനത്തിന്റെ പ്രതീകാത്മക സ്ഥാനം എന്ന നിലയിൽ ഈ വാക്കിന്റെ പങ്ക് വളരെ വലുതാണ് എന്ന് നമുക്ക് അവിടെ വാക്പദീയത്തിലൊക്കെ കാണാൻ സാധിക്കും. വസ്തുവും വിഷയവുമായുള്ള ബന്ധങ്ങളുടെ ഉദാഹരണങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി കാവ്യ പാരമ്പര്യം എടുത്തു നോക്കിയാൽ അമാനുഷികമായ സംഭവങ്ങൾ, വ്യത്യസ്ത ലോകങ്ങൾക്ക് ഇടയിലുള്ള പരിധികൾ എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതൊക്കെ കഥാചരിത്രത്തിലൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ശിംശപയെ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ ഇതുപോലെ വൃക്ഷങ്ങൾ വേറെ നമുക്ക് കാണാൻ സാധിക്കും. അശോകം, ദുഃഖമില്ലായ്മ എന്ന പ്രതീകാത്മകത ഉള്ള അശോകം എന്ന വൃക്ഷം നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് അശോകം. രാമായണത്തിൽ അത് സീതയുടെ എന്താ പറയുക, കാത്തിരിപ്പിന്റെ കേന്ദ്രമാണ്. സീതയുടെ കാവ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇനി ശിംശപ, ഇപ്പൊ നമ്മൾ സംസാരിച്ച ശിംശപയുടെ കാര്യം, അത് മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കുന്ന പരിവർത്തന ശക്തിയായ എന്നുള്ള പ്രതീകമാണ്. ഇവിടെയാണ് ഹനുമാൻ വസിക്കുന്നത്. ഹനുമാന്റെ സങ്കേതമാണ് ശിംശപ. ഇനി ബിൽവ വൃക്ഷം എടുത്താൽ അവിടെ ത്രികക്ഷി ആയ ദിവ്യത്വം, അതായത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യം, ആ ദിവ്യത്വം. ഇവിടെയാണെങ്കിൽ രാമായണത്തിൽ അതൊക്കെ ബിൽവം ഒക്കെ ആചാരത്തിനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ഇനി ആൽമരം, ആല്, അത് പ്രപഞ്ചത്തിന്റെ പ്രാപഞ്ചികമായ ശ്വാസം എന്നാണ് വിളിക്കുക. ശരിക്കും കോസ്മിക് ബ്രത്ത്, ബ്രഹ്മം തന്നെയാണ് ശരിക്കും ആല്. ഇതൊക്കെ ദാർശനികമായ പശ്ചാത്തലത്തിന് വേണ്ടിയിട്ടാണ് ആൽമരൊക്കെ കഥാസന്ദർഭങ്ങളിൽ ഉപയോഗിക്കുക. അപ്പൊ ഇങ്ങനെ മരങ്ങളുമായിട്ട് യഥാർത്ഥത്തിൽ ഒരുപാട് പ്രതീകാത്മകത നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഒക്കെ കാണാം, ഇതിഹാസങ്ങളിലൊക്കെ കാണാം. ഇപ്പൊ രാമായണത്തിലെ ഈ ശിംശപ വൃക്ഷം വെറും ഒരു സസ്യശാസ്ത്രമായ ഒരു പഠനമല്ല നമ്മൾ അതിൽ കാണേണ്ടത്. അതില് ദിവ്യമായ സാക്ഷ്യം, മറഞ്ഞിരിക്കുന്ന കൃപ, പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സൂക്ഷ്മമായ ഇടപെടൽ എന്നിവയുടെ ഒരു ജീവസുറ്റ ഒരു രൂപകമാണ്. അപ്പോൾ നിരാശ അല്ലെങ്കിൽ പ്രത്യാശയെ കണ്ടുമുട്ടുന്ന നിമിഷത്തിനും, അതുപോലെ തന്നെ ശക്തി, രക്ഷയുടെ മന്ത്രം കേൾക്കുന്ന നിമിഷത്തിനും ഒരു വൃക്ഷത്തിന്റെ നിശബ്ദമായ തണലില് ഒരു പ്രപഞ്ച നാടകം തന്നെ വികസിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം, അത് ദിവ്യമായ സാക്ഷിത്വം വഹിക്കുന്നു ശിംശപ. മറഞ്ഞിരിക്കുന്നതായ കൃപ, ഈശ്വരന്റെ കൃപ, നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നതായ കൃപ. എങ്ങനെയാണോ ഹനുമാൻ മറഞ്ഞിരിക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയതയും മറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സൂക്ഷ്മമായ ഇടപെടൽ, അതായത് അവിടെ സീത ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് പ്രകൃതി ഇടപെടുകയാണ് അവളുടെ ദുഃഖം ഇല്ലാതാക്കാൻ ഹനുമാന്റെ രൂപത്തിൽ. അതുകൂടാതെ നിരാശയെ കണ്ടുമുട്ടുന്ന പ്രത്യാശ. സീത എന്ന നിരാശജനകമായി സീത ഇരിക്കുമ്പോൾ, രാമൻ വരുമോ എന്നറിയാതെ സീത ഇരിക്കുന്ന സമയത്ത് പ്രത്യാശയായിട്ട് ഹനുമാൻ വരുന്നതും അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് നിമിഷത്തിനും സാക്ഷ്യം വഹിക്കുന്നു, അല്ലെ? നിശബ്ദ സാക്ഷ്യം ശിംശപ. ശക്തി, രക്ഷയുടെ മന്ത്രം കേൾക്കുന്ന നിമിഷം. അങ്ങനെ ഒരു വൃക്ഷത്തിന്റെ നിശബ്ദ തണലില് ഇത്രയും പറഞ്ഞ പ്രപഞ്ച നാടകങ്ങൾ വികസിക്കുന്ന നിമിഷമായിട്ടാണ് ഈ കഥാ പശ്ചാത്തലം നമുക്ക് വാൽമീകി അല്ലെങ്കിൽ ഇത്ര കാവ്യാത്മകമായി ഈ ഇതിഹാസത്തിലൂടെ നമ്മളോട് പറയാൻ ശ്രമിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു തത്വം എന്താണ്? കാരണം രാമായണത്തില് ഉപയോഗിച്ചിട്ടുള്ള കഥാതന്തുക്കളില് വ്യത്യസ്തമായ പല കഥാ സന്ദർഭങ്ങളും ഉടലെടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരുപാട് തത്വങ്ങൾ വാൽമീകി വിളക്കി ചേർത്തിട്ടുണ്ട്. ആ തത്വം മനസ്സിലാക്കലാണ് യഥാർത്ഥ രാമായണത്തിന്റെ വീക്ഷണം തന്നെ. അപ്പൊ നമ്മൾ ശ്രമിക്കേണ്ടത് ഈ തത്വം അതിന് കൃത്യമായിട്ടുള്ള അർത്ഥതലത്തിൽ നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോൾ
അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കണം. രാമായണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു മനുഷ്യാത്മാവിന് പ്രത്യാശ പകരേണ്ട ഇതിഹാസമാണ്. അല്ലാതെ അത് വെറും ഒരു ചരിത്ര കഥയായിട്ടല്ല നമ്മൾ അതിനെ സമീപിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാമായണം എന്നുള്ള ഈ അതിബൃഹത്തായ കാവ്യം നമ്മൾ എപ്പോഴും വളരെ പ്രധാനമായി അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇവിടെ കഥാഭാഗത്തിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നമ്മൾ സുന്ദരകാന്ഡത്തിൽ ഇതുവരെ കഥയിലൂടെ പരിചയിച്ച കഥാപാത്രങ്ങളുടെ തത്വങ്ങളൊക്കെ നമ്മൾ ഇവിടെ വിശകലനം ചെയ്തു. ഇനി നമ്മൾ അടുത്തതായി വിശകലനം ചെയ്യേണ്ടത് ഹനുമാന്റെ സീതയുമായുള്ള സംഭാഷണമാണ്. അത് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കഥാതന്തു വിശദീകരിച്ച സമയം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ത്രിജട വരുന്നതും ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും ത്രിജടയുടെ സ്വപ്നത്തില് പ്രപഞ്ചനാഥനായ ശ്രീരാമനും സഹോദരൻ ലക്ഷ്മണനും അത് ഐരാവതത്തിന് മുകളില് ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ രാവണനെ വധിച്ച് ലങ്കാനഗരം അല്ലെ നശിപ്പിക്കുന്നതും അവര് ആ രാജ്യത്തെ വിഭീഷണന് തിരിച്ച് അതിനെ ഭരിക്കാൻ വേണ്ടി വിഭീഷണനെ ഏൽപ്പിക്കുന്നതും ഒക്കെ സ്വപ്നം കണ്ടത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ഇവിടെ ഹനുമാൻ ലങ്കയിൽ പ്രവേശിച്ചത് കൊണ്ട് തന്നെ സീതയെ കാണാൻ വേണ്ടിയിട്ട് ഹനുമാൻ തിരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ ഇവിടെ നമ്മൾ കഥാസന്ദർഭത്തിൽ സീത വിലപിക്കുകയാണ്. നേരം വെളുക്കുമ്പോൾ ഈ സ്ത്രീകൾ എന്നെ ജീവനോടെ ചിലപ്പോൾ ഭക്ഷിക്കും, എനിക്ക് ആരുമില്ല, മരണത്തിന് പോലും എന്നെ വേണ്ട, അല്ലെങ്കിൽ മരണം എന്ന ആ പ്രതിഭാസത്തിന് എന്നിൽ ഒരു താല്പര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം മരണം പോലും എന്നെ കൈയൊഴിഞ്ഞു. എൻ്റെ വീരനായ ഭർത്താവിനും എന്നോട് താല്പര്യമില്ല, അവൻ എന്നെ മറന്നിരിക്കാം, അവൻ ഹൃദയമില്ലാത്തവനായതിനാൽ ഞാൻ എൻ്റെ ജീവൻ എടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ നമ്മൾ പ്രത്യാശ കൈവെടിയുന്ന സമയത്ത്, നിരാശ നമ്മൾ ഗ്രഹിക്കുന്ന സമയത്ത് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാം. ഇത്രയും വിഷാദകരമായ ചിന്തകളിൽ മുഴുകി അവള് ശംശപാ മരത്തിന്റെ ഒരു താഴ്ന്ന ശാഖയിൽ പിടിച്ചുകൊണ്ട് കുറച്ചു നേരം അവൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവൾ വീണ്ടും കരയാൻ തുടങ്ങുന്നു, തൻ്റെ നിർഭാഗ്യത്തെയും വിധിയെയും കുറിച്ച് വിലപിച്ച്. അങ്ങനെ ഈ സമയത്തൊക്കെ ഹനുമാൻ അവിടെ മറഞ്ഞിരുന്നു കൊണ്ട് സീതാമാതാവിനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അദ്ദേഹം ഒടുവില് സീതാമാതാവിന്റെ സങ്കടം ഇങ്ങനെ അണപൊട്ടി ഒഴുകുന്നത് പോലെ ഒഴുകുമ്പോൾ ഒടുവില് അദ്ദേഹം മൗനം ഭഞ്ജിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ശ്രീരാമന്റെ കഥ വളരെ താഴ്ന്ന ശബ്ദത്തിൽ, എന്നാൽ വളരെ ശ്രുതിമധുരമായ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങുകയാണ്. സൂര്യവംശത്തില് ദശരഥൻ എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടായിരുന്നു. എല്ലാവരും സ്നേഹദേവനെ പോലെ സുന്ദരന്മാരായിരുന്നു. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരായിരുന്നു അവരുടെ പേരുകൾ. പിതാവിന്റെ കൽപ്പന പ്രകാരം ശ്രീരാമൻ കാട്ടിൽ വനവാസം ആരംഭിക്കുകയും ഭാര്യ സീതയും സഹോദരൻ ലക്ഷ്മണനും അവനെ പിന്തുടർന്ന് കാട്ടിലേക്ക് പോവുകയും ഉണ്ടായി. ഒരു ദിവസം രാവണൻ സീതയെ ഒരു മുനിയുടെ വ്യാജവേഷത്തിൽ വന്ന് തട്ടിക്കൊണ്ടുപോയി. ശ്രീരാമനും ലക്ഷ്മണനും നിരാശരായി എല്ലായിടത്തും അവളെ അന്വേഷിച്ചു. അവർ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ചിറകുകൾ വെട്ടിയരിഞ്ഞ് രക്തമൊലിച്ച് കിടക്കുന്ന ശക്തനായ ജടായുവിനെ അവർ കണ്ടുമുട്ടുന്നു. ആ ജടായുവിന് മോക്ഷം നൽകിയ ശേഷം അവർ വീണ്ടും സീതാന്വേഷണവുമായി മുൻപോട്ട് പോയി. അങ്ങനെ അവര് സുഗ്രീവനെ കണ്ടുമുട്ടുന്നു. ആ സുഗ്രീവനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നു. ശ്രീരാമൻ ബാലിയെ കൊന്ന് കിഷ്കിന്ധ രാജ്യം സുഗ്രീവന് ഏൽപ്പിക്കുന്നു. അങ്ങനെ കരാർ പ്രകാരം തൻ്റെ ഉത്തരവാദിത്വം ശ്രീരാമൻ നിറവേറ്റുന്നു. പിന്നീട് സുഗ്രീവൻ സീതയെ തേടി ആയിരക്കണക്കിന് ശക്തരായ വാനരന്മാരെ എല്ലാ ദിശകളിലേക്കും അയക്കുന്നു. അങ്ങനെ ആ സമയത്ത് സമ്പാദി എന്ന പക്ഷിശ്രേഷ്ഠന്റെ ജ്ഞാനമൊഴികളാൽ പ്രചോദിതരായി സമുദ്രം കടന്ന് വന്ന വാനരന്മാരിൽ ഒരാളാണ് ഞാൻ. എൻ്റെ പിതാവിൻ്റെ അനുഗ്രഹത്തോടെ ഈ നഗരത്തിൽ എല്ലായിടത്തും ഞാൻ ദേവിയെ തിരയുകയായിരുന്നു. ഈ ശിംശിപാ വൃക്ഷവും അതിന് അടിയിലും ഞാൻ തിരഞ്ഞ സമയത്താണ് ഞാൻ അങ്ങയെ കണ്ടുമുട്ടുന്നത്. ഞാൻ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദാസനാണ്. ദയവായി എൻ്റെ പ്രണാമം സ്വീകരിക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട്
കുരങ്ങന്മാരില് അല്ലെങ്കിൽ വാനരന്മാരില് ഏറ്റവും മികച്ചവൻ എന്ന ആവേശത്തോടെ സീതാമാതാവിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പോ ഈ പറയുന്ന ഒരു അശരീരി പോലെയാണ് ഇത് കേൾക്കുന്നത്, കാരണം മറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ ആദ്യം. അങ്ങനെ ആകാശത്ത് നിന്ന് ശ്രീരാമന്റെ കഥ ഇവിടെ പാരായണം ചെയ്ത ഒരു കുലീനമായ ആത്മാവ് ആരാണ്? ഒരു പക്ഷേ പ്രാണദേവനായ വായു തന്നെ ആയിരിക്കാം. തന്റെ കരുണ പ്രകടിപ്പിക്കാൻ എൻ്റെ ഭഗവാന്റെ കഥ സ്വയം പാടാൻ തുടങ്ങിയിരിക്കാം എന്ന് കാവ്യാത്മകമായി ചിന്തിക്കുകയാണ് സീത. എനിക്ക് ഭ്രമാത്മകത അനുഭവപ്പെടുന്നുണ്ടോ? ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ലാത്തതിനാല് ഈ ശബ്ദം ശരിക്കും അത് ഇല്ലാത്തതാണോ? എൻ്റെ മനസ്സിൽ തോന്നിയതാണോ? അതൊരു സ്വപ്നമാണോ? വീണ്ടും സീത ചിന്തിക്കുകയാണ്, അങ്ങനെ ആവാൻ കഴിയില്ല, അല്ലെങ്കിൽ തരമില്ല. ഞാൻ കേട്ടത് തീർച്ചയായും എൻ്റെ കാതുകൾക്ക് അമൃതമായ ശബ്ദം തന്നെയാണ്. ഒരു മനുഷ്യൻ തൻ്റെ കഥ ഇത്ര ശ്രുതിമധുരമായി ആലപിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒരു പൂർണ്ണനായ ആത്മാവാണ്. എനിക്ക് എപ്പോഴാണാവോ ആ മുഖം കാണാൻ സാധിക്കാം, അല്ലെങ്കിൽ ആ മുഖം കാണാൻ കഴിയട്ടെ എന്ന് സീത ആശിക്കുകയാണ്. സീതാദേവിയുടെ ഈ പിറുപിറുപ്പ് മാരുതി മറഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ മരത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി അവളുടെ കാൽക്കല് സാഷ്ടാംഗം നമിക്കുകയാണ് ചെയ്യുക. ആദരവോടെ അയാൾ അമ്മയിൽ നിന്ന് ഒരു നിശ്ചിത അകലം പാലിച്ചു നിന്നു. ഒരു പക്ഷേ രാക്ഷസൻ ഒരു വാനരന്റെ വേഷത്തിൽ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുകയായിരിക്കുമെന്ന് ഉടനെ സീത ചിന്തിച്ചു. കാരണം രാവണൻ ഒരു മായാവിയാണ്, ഇതും ഇതിലപ്പുറവും ചെയ്യാൻ കഴിവുള്ളയാളാണ്. അങ്ങനെ ചിന്തിച്ച് അവൾ വീണ്ടും ആ വാനരനെ നോക്കാൻ ഭയപ്പെട്ടു, അതായത് ഹനുമാനെ നോക്കാൻ ഭയപ്പെട്ടു. നിരാശാഭരിതനായ മുഖത്തോടെ ഹനുമാൻ സീതയെ നോക്കുകയും അതുപോലെ തന്നെ ആ നിരാശാഭാവത്തില് സീത വീണ്ടും പോയി നേരത്തെ ഇരുന്ന സ്ഥലത്ത് വീണ്ടും ഇരിക്കുകയാണ്. ഇത് കണ്ട് ഹനുമാൻ പറയാണ്, അല്ലയോ രാജ്ഞിയായ സീതാമാതാവേ, ഞാൻ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ അഭയം തേടുന്നു. ദയവായി എന്നെ സംശയിക്കരുത്. ഞാൻ അങ്ങയുടെ ദാസനാണ്, ശത്രുവല്ല. ഞാൻ ശ്രീരാമന്റെ ദാസനും സുഗ്രീവന്റെ മന്ത്രിയുമാണ്. ഞാൻ വായുവിന്റെ മകനാണ്. അതുകൊണ്ട് ഹേ മാതാവേ, എൻ്റെ ചിന്തകളിലോ വാക്കുകളിലോ പ്രവൃത്തികളിലോ ഞാൻ ആരെയും വഞ്ചിക്കില്ല. ഇങ്ങനെ ഹനുമാൻ പറയുകയാണ് സീതയോട്. അങ്ങനെ വായുവിന്റെ പുത്രനായ ഹനുമാൻ അവളെ ഇത്ര മധുരമായി അഭിസംബോധന ചെയ്തപ്പോൾ സീത ചോദിക്കുകയാണ്, ഇത്രയും വ്യക്തതയോടെയും ദയയോടെയും സംസാരിക്കുന്ന നീ ആരാണ്? ഇത്ര വാചാലമായി സംസാരിക്കുന്നവർ ലോകത്ത് അധികമില്ല. നീ എങ്ങനെയാണ് വാനരന്റെ വേഷം ധരിച്ചിരിക്കുന്നത്? നീ എന്തിനാണ് എന്നെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതെന്ന് എന്നോട് പറയൂ. അപ്പൊ അങ്ങനെ വീണ്ടും പറയുകയാണ് മാതാവിനോട് ഹനുമാൻ, ഇത്രയും ആരാധ്യഭാവമുള്ള അമ്മയായ സീതയെ, ശ്രീരാമന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ശ്രീരാമൻ ചന്ദ്ര ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ രണ്ടുപേരായി മായാസീതയും യോഗമായാദേവിയും, മായാസീത ആശ്രമത്തിൽ തന്നെ തുടരുന്നു, യോഗമായ അഗ്നിയിൽ തന്നെ തുടരുന്നു. മായാസീത ഒരു സ്വർണമാനിൽ ആകൃഷ്ടയായി ആ മാനിനെ പിന്തുടർന്ന് ശ്രീരാമൻ അമ്പും വില്ലുമായി കാട്ടിന്റെ ആത്മാവിലേക്ക് സഞ്ചരിക്കുന്നതും ഒടുവിൽ സ്വർണമാനിന്റെ വേഷത്തിൽ വന്ന രാക്ഷസനായ മാരീചനെ ശ്രീരാമൻ വധിക്കുന്നു. അപ്പോൾ ആശ്രമത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ശ്രീരാമൻ ശക്തനായ പക്ഷിയായ ജടായുവിനെ അങ്ങേ തിരഞ്ഞു നടക്കുമ്പോൾ കണ്ടുമുട്ടുകയും ജടായുവാണ് യഥാർത്ഥത്തിൽ ശ്രീരാമനോട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വിവരിച്ചത്. തുടർന്ന് ശ്രീരാമൻ ജടായുവിന് മോക്ഷം നൽകുകയും അന്നു മുതൽ വാനര സഹോദരന്മാർ അങ്ങേ അന്വേഷിച്ച് അലഞ്ഞു നടക്കാനും തുടങ്ങി. അങ്ങനെ അവര് കബന്ധനെ കണ്ടുമുട്ടി, കബന്ധന് മോക്ഷം നൽകി. പിന്നെ അവര് ശബരിയെ കാണുന്നു, അവളെ അനുഗ്രഹിച്ചു. ഋഷ്യമുഖ പർവ്വതത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് യഥാർത്ഥത്തിൽ ശബരിയാണ്. വഴിയിൽ ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ഞാൻ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും കണ്ടുമുട്ടുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അവരെ എൻ്റെ തോളിലെടുത്ത് സുഗ്രീവനെ കാണുവാൻ പോയി. ജീവിതത്തിൽ ഉണ്ടായ അപകടങ്ങൾ കാരണം ഇരുവരും കഷ്ടപ്പെടുന്നതിനാൽ അവർ ഒരു സംയുക്ത കരാറിൽ ഏർപ്പെടുകയാണ്. ശ്രീരാമൻ
തൻ്റെ സഹോദരനായ ബാലിയെ കൊന്ന് സുഗ്രീവന് രാജ്യം വീണ്ടെടുക്കാമെന്നും അതിന് പ്രത്യുപകാരമായി സീതയെ കണ്ടെടുക്കാൻ ദശദിക്കുകളിലേക്ക് 10,000 വരുന്ന വാനരന്മാരെ അയക്കാം എന്ന് സുഗ്രീവൻ സമ്മതിക്കുകയും ചെയ്തു. ശ്രീരാമൻ എന്നെ അരികിലേക്ക് വിളിച്ച് ഭഗവാന്റെ നാമം കൊത്തിവെച്ച ഒരു മോതിരം എനിക്ക് തന്നു. അത് അങ്ങേക്ക് തരാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഇത് മുദ്രമോതിരമായി, അടയാളമായി താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ 2 പേർക്ക് മാത്രം അറിയാവുന്ന ഒരു വാക്കും അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഇത്രയും കാര്യം ആവേശത്തോടെ ഹനുമാൻ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ആ മുദ്രമോതിരം കൈമാറുകയാണ്. അങ്ങനെ ബഹുമാനത്തോടെ അത് കൊടുത്തിട്ട് അദ്ദേഹം വീണ്ടും പിന്നിലേക്ക് മാറി നിന്നു. സീതാദേവി വളരെ അധികം സന്തോഷിക്കുകയും കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീർ പൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ. അങ്ങനെ ശ്രീരാമന്റെ നാമം കൊത്തിവെച്ച ആ മുദ്രമോതിരം ഭക്തിയോടെ അവൾ തൻ്റെ നെറ്റിയിൽ തൊടുവിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ തീക്ഷ്ണമായി ചുംബിക്കുന്നു. അങ്ങനെ ഹനുമാനോട് പറയുകയാണ്, വാനരന്മാരിൽ ഏറ്റവും മികച്ചവനാണ് അങ്ങ്, എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകൻ. എനിക്കൊരു ഉപകാരം ചെയ്യാൻ ഇന്ന് അങ്ങ് ഇവിടെയുണ്ട്, അതെനിക്ക് ബോധ്യവുമുണ്ട്. അതുകൊണ്ട് അങ്ങ് ശ്രീരാമനോട് വളരെ ഭക്തിയുള്ളവനാണ്, അതിലെനിക്ക് സംശയമില്ല, ബോധ്യമുണ്ട്. എൻ്റെ ഭർത്താവായി, തൻ്റെ ദൂതനായി കഴിവില്ലാത്ത ആരെയും ശ്രീരാമൻ അയക്കില്ല. ഞാൻ എവിടെയാണ് ഇരിക്കുന്നതെന്നും എൻ്റെ യജമാനനിൽ നിന്ന് വേർപിരിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിക്കുന്നുവെന്നും അങ്ങേക്ക് അറിയാം. എന്നോടുള്ള അവൻ്റെ സ്നേഹവും കരുണയും കാരണം 2 മാസത്തിനുള്ളിൽ അവൻ വന്ന് എന്നെ രക്ഷിക്കും. അങ്ങ് അവനെ സഹായിക്കുകയും സേവിക്കുകയും ചെയ്യും. അതുവരെ എനിക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാനുള്ളതിനാൽ ഞാൻ ജീവിക്കും. 10 തലയുള്ള രാക്ഷസനായ രാവണനെ കൊല്ലാനും എത്രയും വേഗം എന്നെ രക്ഷിക്കാനും അവനോട് പറയൂ. അങ്ങനെ ശ്രീരാമൻ ഉടൻ തന്നെ ഇവിടെ എത്തി തൻ്റെ ദുഃഖങ്ങളെല്ലാം അവസാനിക്കും എന്ന് മാരുതി സീതാമാതാവിനോട് പറയുകയാണ്. ഞാൻ അങ്ങയുടെ സന്ദേശം ശ്രീരാമചന്ദ്രന് കൈമാറുന്നതിന് മുമ്പ് ചിലപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയേക്കാം. അദ്ദേഹം രാവണനെയും അദ്ദേഹത്തിൻ്റെ എല്ലാ സഖാക്കളെയും ഉടൻ തന്നെ യമനഗരിയിലേക്ക് അയക്കാം. പിന്നെ അദ്ദേഹം രാജകീയമായ രഥത്തിൽ അങ്ങേ അയോധ്യയിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഹനുമാൻ സീതാമാതാവിനോട് വളരെ പ്രത്യാശാപരമായ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇപ്പൊ സീതാമാതാവിനെ കണ്ടുമുട്ടിയ ആ നിമിഷം നമുക്ക് ഈ എപ്പിസോഡിൽ, ആ പ്രത്യാശ പടർത്തിയ ആ നിമിഷത്തിൽ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ തൽക്കാലം നിർത്താം. അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ കാണാം എന്ന പ്രതീക്ഷയിൽ എന്നും പറയുന്നത് പോലെ പരമാവധി ഇതൊക്കെ ആളുകളിലേക്ക് എത്തിക്കുക. ഈ പറയുന്ന തത്വങ്ങൾ ഒരു കഥാപശ്ചാത്തലത്തിൽ പോലും താന്ത്രികമായ രഹസ്യങ്ങൾ, വൈദികമായ രഹസ്യങ്ങൾ, യോഗശാസ്ത്രപരമായ രഹസ്യങ്ങൾ ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള അതിബൃഹത്തായ ഈ ഇതിഹാസ കാവ്യം എല്ലാവരുടെ ജീവിതത്തിലും പ്രായോഗികമാക്കാനുള്ള തത്വങ്ങൾ അടങ്ങിയതാണ്. അതിനാൽ ഇതെല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ.